അല്ല ഞാനാരാ? ഏയ്, ഞാൻ ഈശ്വരമംഗലത്തെ ആരും അല്ലല്ലോ. എന്നോട് അതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? എല്ലാം ശരിയായി കഴിഞ്ഞ് അവസാനം ഇലയിട്ട് സദ്യക്ക് വിളിക്കും. അപ്പൊ പോയിരുന്ന് കഴിച്ചോണം. അതിനപ്പുറം അഭിപ്രായം പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ. നിനക്കിത് എന്താ പറ്റിയത്? എന്തൊക്കെയാ നിധി നീ വിളിച്ചു പറയുന്നത്? ഈ ഐഡിയ വിജയിക്കുകയോ ഇല്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് മാത്രമാ ഞാൻ നിന്നോട് പറയാതിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ? ജയിക്കോ തോൽക്കോ എന്ന് ഉറപ്പില്ലാത്ത എത്രയോ കാര്യങ്ങൾക്ക് നമ്മൾ ഒരുമിച്ചിറങ്ങിയിരിക്കുന്നു. ഒന്നും രണ്ടും അല്ല, ഒരുപാട് തവണ. ചിലത് നേടിയിട്ടുണ്ട്, ചിലത് കൈവിട്ടു പോയിട്ടുമുണ്ട്. ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ഗൗതമിനോട് മറച്ചു വെച്ചിട്ടുണ്ടോ? നിധി, ഇത് അരയിൽ ചരട് കെട്ടി കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ ഗൗതം എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചു. ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ല. ഐശ്വര്യെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഗൗതം തന്നെയാണെന്നുള്ള സത്യം ആ ഐശ്വര്യയുടെ മുന്നിൽ പോലും ഞാൻ ആരായി? ഗൗതമിന്റെ മുൻപിൽ യാതൊരു വിലയില്ലാത്ത ആളാണ് ഞാനെന്ന് ഐശ്വര്യക്ക് പോലും തോന്നിക്കാണില്ലേ? കൂടെ ജീവിക്കുന്ന ഭാര്യയോട് ഉള്ളു തുറക്കാത്ത ഒരു ഭർത്താവിനെ കുറിച്ച് മറ്റൊരു പെണ്ണിന് ചിലപ്പോൾ മതിപ്പ് തോന്നുമായിരിക്കും. പക്ഷെ ആ ഭാര്യയെ കുറിച്ച് അവൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? യാതൊരു വിലയില്ലാത്തവളാണെന്ന്, കഴിവുകെട്ടവളാണെന്ന്. എന്നെ ഐശ്വര്യയുടെ മുൻപിൽ ഗൗതം ഒരു പരിഹാസ കഥാപാത്രമാക്കിയില്ലേ? എന്തൊക്കെയായിരുന്നു? റോഡിൽ കുട്ടികളെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോ അവിചാരിതമായി പ്രണവ് ഐശ്വര്യയെ കാണുന്നു. അവരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ജുബയ്ക്ക് തീ പിടിക്കുന്നു. റെസ്റ്റോറന്റിലേക്കും പാർക്കിലേക്കും പറഞ്ഞു വിടുന്നു. എല്ലാം അറിഞ്ഞു വെച്ചോണ്ടായിരുന്നില്ലേ ഗൗതം? എന്നെ വെറും ഒരു പൊട്ടിയാക്കിക്കൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചത്? എനിക്ക് സത്യത്തിൽ എന്ത് വിലയാ ഭർത്താവ് തരുന്നത്?